നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഒരു പുതിയ ശ്വസന രീതിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കപാലഭാതി. ഞാനിത് യൂട്യൂബ് വീഡിയോയിൽ കൂടെ കണ്ടതാണ്. കപാലം എന്ന് വെച്ചാൽ നെറ്റിത്തടം, ഭാതി എന്നാൽ പ്രകാശിക്കുക. നമ്മുടെ പല അസുഖങ്ങളുടെയും കാരണം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാരണം നമ്മുടെ ശ്വാസമാണ്. ഒരു ശ്വാസത്തിലൂടെയാണ് നമ്മൾ ജനിക്കുന്നതും ഒരു ശ്വാസം വിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തു നിന്നും പോകുന്നതും. അപ്പോൾ നമ്മളെ ഇവിടെ നിലനിർത്തുന്നതിൻ്റെ പ്രധാന ഘടകം ശ്വാസം തന്നെയാണ്. അപ്പോൾ ഈ ശ്വാസത്തിലൂടെ നമുക്ക് പരമാവധി പോസിറ്റീവ് എനർജി, ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാനായാൽ മിക്ക രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. അതുപോലെ തന്നെ ഉച്ഛ്വാസത്തിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ്, കാർബൺ ഡൈ ഓക്സൈഡ് പരമാവധി പുറത്തേക്ക് വിടാനായാൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താം. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ട് തോന്നി. കാരണം ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയിട്ടുണ്ട്. ഭസ്ത്രികയിൽ വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുകയും അതുപോലെ തന്നെ ഡീപ്പായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിനോട് പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷേ ഇതിൽ കപാൽഭാതിയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ ഒന്ന് സാധാരണ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. നടു നന്നായിട്ട് നിവർത്തിയിരിക്കുക, നിവർത്തി. എന്നിട്ട് 3 തവണ സാധാരണ രീതിയിൽ ബ്രീത്ത് ചെയ്യുക. ഒരു ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക. അങ്ങനെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വയറിൽ നല്ലൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ലങ്സിന് മാത്രമല്ല, ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നതോടുകൂടി നമ്മുടെ വയറിനും കൂടി നല്ലൊരു വ്യായാമമായിട്ടാണ് തോന്നുന്നത്. ചെയ്തു നോക്കുക. തുടക്കക്കാർ 10 തവണ, അങ്ങനെ ക്രമേണ കൂട്ടി കൊണ്ടുവരാം. അപ്പം നമ്മൾ പുറത്തേക്ക് ശ്വാസം ഇതിന് എക്സേൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഹേലും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശിരസിന് നല്ലൊരു വൈബ്രേഷനാണ് ഫീൽ ചെയ്യുന്നത്. ബ്രെയിനിലേക്ക് നല്ലൊരു വൈബ്രേഷൻ. അതാണ് കപാൽഭാതി എന്ന് പറയുന്നത്. സ്കള്ളിനെ പ്രകാശിപ്പിക്കുക. ചെയ്തു നോക്കൂട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു വ്യായാമമാണ്. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തിയെന്ന് മാത്രം. നോക്കുമ്പോൾ ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ സാധാരണ ശ്വസിക്കുന്നുണ്ട്. അത് നമ്മുടെ ലങ്സിന് ശരിക്കും പറഞ്ഞൊരു 40% അതിൻ്റെ ശ്വാസം കൊണ്ട് വരുന്നുള്ളൂ. നമ്മൾ പോലും അറിയാതുള്ള ചെറിയ ശ്വാസം എന്ന് വെച്ചാൽ ആ ശ്വാസം വയറ്റിലേക്ക് ചെല്ലണം. ശരിക്കും ലങ്സിനെ വികസിപ്പിക്കണം. ലങ്സിലേക്ക് ശ്വാസം ഓക്സിജൻ ചെന്നിട്ട് ലങ്സിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്, അതായത് ടോക്സിൻസിനെ പുറത്തേക്ക് പോകണം. അങ്ങനെ കൂടി ചെയ്താലേ നമുക്ക് അതിൻ്റെ ശ്വാസഗതി പൂർണ്ണമാവുള്ളൂ. അതാണ് യോഗ ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊരു മതപരമായിട്ടുള്ള ഒന്നുമല്ല കേട്ടോ. നമ്മുടെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സ്വീകരിക്കുക.